നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവരുടെ മറുപടി. സ്വന്തം വാർഡിനെയും നഗരത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ അവർ തന്നെ വ്യക്തമാക്കുന്നു. വാർഡ് 8 മാർക്കറ്റ് വാർഡ്. നഗരത്തിലെ വ്യാപാര കേന്ദ്രം ഉൾപ്പെടുന്ന വാർഡാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ PM അബ്ദുൽ സലാമാണ് ഇവിടെ വിജയിച്ചത്. ഇക്കുറി SC വനിതാ സംവരണ വാർഡായ ഇവിടെ 2 മുന്നണികളും തമ്മിൽ നേരിട്ടുള്ള മത്സരം നടക്കുന്നു. ഏകദേശം 443 വോട്ടർമാർ മാത്രമുള്ള വാർഡുകളിൽ ഒന്നാണിത്. സ്ത്രീ പുരുഷ വോട്ടർമാരും ഏകദേശം തുല്യം. മുൻ കൗൺസിലിൽ അംഗമായിരുന്ന LDFിലെ മീര കൃഷ്ണനും പുതുമുഖമായ UDFിലെ ദീപ്തി വിപിനുമാണ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക്. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. നമ്മുടെ ഒരു റോഡ്, അതായത് അവിടെ ഒരു ചെറിയൊരു വെള്ളക്കെട്ട് പോലെയുണ്ട്. ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അവിടെ അവർക്ക് അത് എന്താണോ ചെയ്യേണ്ടത് അത് ആ 2 കൂട്ടുകാർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പം റോഡ് പൊക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെറിയൊരു കാണ കെട്ടാനാണെങ്കിൽ അങ്ങനെ, അത് നമ്മൾ മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്ന് ഗവൺമെന്റിന്റെ ഫണ്ട് അനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും. അതാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഈ വാർഡിന്റെ പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന ഭാഗം കൂടെയാണ് ഈ ഒരു വാർഡ്. അവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ളതാണ്. പിന്നെ അതുപോലെ 2 റോഡുകളിലെ വെള്ളക്കെട്ട്, അതും ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ കടവുകൾ, 3 കടവുകളാണ് നമുക്കുള്ളത്. ആ കടവുകളുടെ നവീകരണവും ഒന്നും സാധ്യമാകാത്ത രീതിയിലാണ് അവിടെ കടന്നത്. വീടുകളില്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വീടുകളിൽ കഴിയും വിധമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കും. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലറിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടോ അതിന്റെ ബാലൻസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഹോമിയോ ആശുപത്രിയുടെ ഉന്നമനത്തിനും അവരുടെ പുനരുദ്ധാനത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനും അതുപോലെ തന്നെ റോഡുകളിലുള്ള വെള്ളക്കെട്ട് മാറ്റാനും കടവുകൾ നവീകരിക്കാനുമാണ് പ്രധാനപ്പെട്ട വിഷനായിട്ട് കാണുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ക്ലീൻ സിറ്റിയാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡും അതുപോലെ തന്നെ നീറ്റാക്കി കൊണ്ട് നടക്കും. മൂവാറ്റുപുഴ നഗരം നമ്മളൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് മാറണമെന്നാണ് എൻ്റെ ഒരു വിഷൻ. അതുപോലെ തന്നെ നമ്മൾ 3 കരകളിലായിട്ടാണ് മൂവാറ്റുപുഴ നഗരം കിടക്കുന്നത്. ആ കരകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് പാലങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ചന്തക്കടവിൽ നിന്നും പുഴക്കരക്കാവിൻ്റെ അങ്ങോട്ടേക്ക് ഒരു പാലം, അത് വർഷങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് യാഥാർത്ഥ്യമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോശം റോഡുകളും വെള്ളക്കെട്ടുമാണ് ദീപ്തി അടിയന്തര ശ്രദ്ധ വേണ്ട കാര്യമായി കാണുന്നത്. റോഡ്, വെള്ളക്കെട്ട് എന്നിവയോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനവും മോശം കടവുകളും മീരയുടെ ശ്രദ്ധയിലുണ്ട്. വീടില്ലാത്തവർക്ക് വീട്, ഹോമിയോ ആശുപത്രി നവീകരണം എന്നിവയാണ് ദീപ്തിയുടെ അടുത്ത 5 വർഷത്തെ പരിപാടികൾ. മാലിന്യ സംസ്കരണം, റോഡുകളുടെയും കടവുകളുടെയും നവീകരണം എന്നിവയാണ് മീര 5 വർഷം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. 25 വർഷത്തിന് ശേഷം നഗരം ക്ലീൻ സിറ്റിയായി കാണാൻ ദീപ്തി ആഗ്രഹിക്കുമ്പോൾ മെട്രോ നഗരമായി കാണാനാണ് മീരയുടെ ആഗ്രഹം. 8ാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി.